ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മഞ്ജു സ്വീറ്റ് ഹോം. അപ്പോൾ ഇന്ന് ഒരു ചെറിയ വ്ളോഗാണ്. നടു റോഡിൽ നിന്നുള്ള ഒരു ചെറിയ കുക്കിങ്ങും കൂട്ടത്തിൽ നമ്മുടെ വെട്ടുകാട് പള്ളിയിലേക്കുള്ള യാത്രയും പിന്നെ ഒരു കേക്ക് കഴിക്കലും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം ഇത് ഞങ്ങളുടെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ അതിന് ഇവിടെ മക്കൾക്ക് കൊണ്ടുകൊടുത്ത കേക്കാണ്. ഹാപ്പി ആനിവേഴ്സറി കുഞ്ഞ. ഹാപ്പി ആനിവേഴ്സറി കുഞ്ഞ. ദേ കുട്ടീസ് കൊച്ചച്ഛനും കുഞ്ഞമ്മയ്ക്കും വിഷസൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് കേക്ക് കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി എടുത്ത് ഒന്ന് വെറുതെ കറങ്ങാൻ ഇറങ്ങിയതാണ്. ഇത് കഴിഞ്ഞ വെള്ളിയാഴ്ച എടുത്തതാണ്. അപ്പോൾ ഇന്നലെ ഞായറാഴ്ച ഞങ്ങളുടെ വീടിൻ്റെ താഴെയുള്ള ഒരു അമ്പലത്തിൽ ഉത്സവം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് മുൻപായിട്ട് അവിടെയൊക്കെ ലൈറ്റ് ഇടുന്ന പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സ് ഞാൻ എടുത്തു വെച്ചതാണേ. ഞങ്ങൾ ഇതുപോലെ ഇടയ്ക്ക് ഒന്ന് വെറുതെ കറങ്ങാൻ ഇറങ്ങാറുണ്ട്. കൂടുതലും നല്ല മഴയുള്ള സമയത്താണ് ഇറങ്ങാൻ ഇഷ്ടം. കാരണം അത് നല്ല രസമാണല്ലോ, അതൊരു പ്രത്യേക വൈബാണല്ലോ. അപ്പം ഇന്ന് നമ്മൾ ഈ ഇറങ്ങിയത് നേരെ ചെന്ന് നിന്നത് നമ്മുടെ വെട്ടുകാട് പള്ളിയിലാണ്. ഞങ്ങൾ ഇടയ്ക്ക് വെട്ടുകാട് പള്ളിയിലും പോകാറുണ്ട്. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം ഭാഗത്തൊക്കെ താമസിക്കുന്ന ഒരുവിധം എല്ലാവരും ഈ വെട്ടുകാട് പള്ളിയിൽ പോയിട്ടുണ്ടാവും അല്ലേ. നമ്മളെ ജാതി മതമൊന്നും നോക്കാതെ നമുക്ക് പോകാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളിലൊന്നാണ് അല്ലേ. അങ്ങനെ ഞങ്ങളും പോകാറുണ്ട്. അപ്പം ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആദ്യം ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പതിവ് തെറ്റിച്ചില്ല, ആദ്യം ഇവിടെ വന്ന് നിന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് നേരെ മെഴുകുതിരി കൊളുത്താനാണ് പോകുന്നത്. അങ്ങനെ മെഴുകുതിരി കൊളുത്താൻ പോയപ്പോൾ ഉണ്ടല്ലോ, ഒറ്റ രക്ഷയില്ലായിരുന്നു. അവിടെ ഭയങ്കര ചൂടായിരുന്നേ. ഈ ആൾക്കാരെല്ലാം ഉണ്ടല്ലോ മെഴുകുതിരി മേടിച്ചിട്ട് കൊളുത്തി വെക്കാതെ ഇങ്ങനെ കൊണ്ടുവന്ന് കൂട്ടത്തോടുകൂടി അതിൻ്റെ ഉള്ളിൽ അങ്ങ് ഇടും. അപ്പം ഈ എല്ലാ മെഴുകുതിരിയും കൂടി ഒരുമിച്ച് കിടന്ന് അങ്ങ് കത്താൻ തുടങ്ങും. അപ്പോഴത്തേക്ക് ഭയങ്കര ചൂടാണ്, അവിടെ നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ ഒരു മെഴുകുതിരി കൊളുത്തി കിട്ടി. അങ്ങനെ അതുപയോഗിച്ച് ബാക്കിയുള്ളത് മെഴുകുതിരി കൊളുത്തി. അതിനുശേഷം അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ കാണുന്നില്ലേ, ആ ഭാഗത്തായിട്ട് നമ്മുടെ പള്ളിയിൽ അച്ഛൻ നിന്ന് അനുഗ്രഹിക്കുന്ന ഒരു സ്ഥലമുണ്ട്. 8 മണി കഴിഞ്ഞതുകൊണ്ട് ഞങ്ങൾക്കിന്ന് അത് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. പകരം തൊട്ടടുത്തുള്ള അനുഗ്രഹ ജലമുണ്ട്, അവിടെ നിന്ന് ഇച്ചിരി വെള്ളം എടുത്ത് കുടിച്ചു, മക്കൾക്കും കൊടുത്തു. പിന്നെ ദേ ഇവിടെ പ്രാർത്ഥിച്ചു. ആ കസേര കിടക്കുന്നില്ലേ, അവിടെയാണ് അച്ഛൻ നിൽക്കാറ്. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങളുടെ സ്ഥിരം ഒരു സ്പോട്ടുണ്ട്, അവിടെ പോയിട്ട് ഞാൻ നമ്മുടെ തൃശ്ശ ഫേമസ് ആക്കിയ കാരപ്പൊരി ഉണ്ടാക്കുകയാണ്. അതിന് പൊരി എല്ലാ സാധനവും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നേ. പൊരി, മിച്ചറ്, പിന്നെ നമ്മൾ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ സവോള, മല്ലിയില കൊത്തിയരിഞ്ഞത്, പിന്നെ കുരു കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത നമ്മുടെ തക്കാളി. ഇതിങ്ങനെ ഒരുമിച്ച് വെച്ചുകൊണ്ട് വന്നുകൊണ്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്നതാണ്. അതൊന്ന് കുലുക്കുമ്പോൾ ഇളകിക്കോളും കേട്ടോ. പിന്നെ കപ്പലണ്ടി വറുത്തെടുത്തതാണ്. പിന്നെ കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ. അപ്പം ഞാൻ ഇടയ്ക്ക് ഇതുപോലെ സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് ഇതുപോലെ ഒന്ന് ക്വിക്കായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് കൊണ്ടുവരാം. അല്ലെങ്കിൽ ഉണ്ടാക്കിയത് തന്നെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ നിന്ന് കഴിക്കാറുണ്ട്. അതൊരു പ്രത്യേക വൈബാണ്. അപ്പം ദേ നമ്മുടെ അടിപൊളി കാരപ്പൊരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ തമിഴ്നാട് സ്ട്രീറ്റിലൊക്കെ കിട്ടുന്ന ഒരു സാധനമാണിത്. അതേ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ, ഇഷ്ടപ്പെടും നിങ്ങൾക്ക്, അത് ഉറപ്പാണ്. അപ്പോൾ ദേ അതൊക്കെ ഉണ്ടാക്കി കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.